കൊമേഴ്സ് അഥവാ അക്കൗണ്ടിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ രണ്ട് സിമ്പിളായ ഫണ്ടമെൻ്റൽ റൂൾസിൻ്റെ സഹായത്തോടെ അക്കൗണ്ടിംഗ് സിസ്റ്റം എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഈ റൂൾസിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റും ചേർന്നാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫൗണ്ടേഷനായി. ഇനിയുള്ള സ്ലൈഡുകളിൽ ബാലൻസ് ഷീറ്റ് വളരെ ഡീപ്പായി മനസ്സിലാക്കാം. ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നും അതുകൊണ്ട് ബാലൻസ് ഷീറ്റിലുള്ള മാറ്റം എന്തൊക്കെയാണ് എന്നും നോക്കാം. വളരെ ലളിതമായൊരു ബാലൻസ് ഷീറ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ബാലൻസ് ഷീറ്റിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ലയബിലിറ്റീസ് ഓർ സോഴ്സ് ഓഫ് ഫണ്ട്. ബിസിനസ് സ്ഥാപനം എങ്ങനെയാണ് ബിസിനസ്സിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയത് എന്നാണ് സോഴ്സ് ഓഫ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ലൈഡിൽ തന്ന ഉദാഹരണത്തിൽ ബിസിനസ് ഓണർ 50,000 രൂപയും ബാങ്കിൽ നിന്ന് 5,000 രൂപ കടമായും 10,000 രൂപ പ്രോഡക്റ്റ് വാങ്ങിയ ഇനത്തിൽ കൊടുക്കാനുമുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അഥവാ അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ മാർഗങ്ങളിലൂടെ, അതായത് ഓണർ ക്യാപിറ്റൽ, പേയബിൾ, ഓവർ ഡ്രാഫ്റ്റ് മുഖേന സമാഹരിച്ച 65,000 രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവാം, പേയബിൾ എങ്ങനെ സമാഹരിച്ച തുകയായി എന്നത്. അവർ ഇൻ കൈൻഡ് അഥവാ പ്രോഡക്റ്റിൻ്റെ രൂപത്തിലാണ് ഫണ്ട് തന്നത്. നമ്മുടെ ഉദാഹരണത്തിൽ ടോട്ടൽ 65,000 രൂപയിൽ 20,000 രൂപ മെഷീനറി, ഫർണിച്ചർ മുതലായവ വാങ്ങുന്നതിനും 20,000 രൂപ ഇൻവെൻ്ററി അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങുന്നതിനും 20,000 രൂപ പ്രോഡക്റ്റ് കടമായി കൊടുക്കുന്നതിനുമാണ് ഉപയോഗിച്ചത്. സാധനങ്ങൾ കടമായി വാങ്ങിച്ചപ്പോൾ നമ്മൾ അതിനെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ബാക്കി 5,000 രൂപ ക്യാഷ് അഥവാ ബാങ്ക് ബാലൻസായും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 65,000 രൂപയിൽ 20,000 രൂപ ഫിക്സ്ഡ് അസറ്റായും 45,000 രൂപ കറണ്ട് അസറ്റായും ഉണ്ട്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു സംശയം തോന്നാം, എന്താണ് ഫിക്സ്ഡ് അസറ്റ്, എന്താണ് കറണ്ട് അസറ്റ്? ഒന്നിൽ കൂടുതൽ വർഷത്തിലേക്ക് ഉപയോഗിക്കുന്നതിനുള്ള അസറ്റാണ് ഫിക്സ്ഡ് അസറ്റ്. അത് വിൽക്കാൻ ഉദ്ദേശിച്ച് വാങ്ങുന്നതല്ല. ഉദാഹരണത്തിന് മെഷീനറി, ഫർണിച്ചർ മുതലായവ. കറണ്ട് അസറ്റ് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഇൻവെൻ്ററി, റിസീവബിൾ മുതലായവ. മുകളിൽ പറഞ്ഞ വിവരണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. അസറ്റ് എപ്പോഴും ലയബിലിറ്റീസിന് തുല്യമാണ്, അഥവാ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്. ഇവിടെ ഇക്വിറ്റി അഥവാ ഓണേഴ്സ് ക്യാപിറ്റൽ ലയബിലിറ്റി ആയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ഓണേഴ്സ് ക്യാപിറ്റൽ അഥവാ ഇക്വിറ്റി പ്ലസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. എപ്പോഴും അസറ്റ് ലയബിലിറ്റിക്ക് തുല്യമായിരിക്കും എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ നേരത്തെ കണ്ട ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു സെയിൽസ് നടന്നു എന്ന് കരുതുക. അത് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിനു മുമ്പായി ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ഒന്നുകൂടി പറയാം. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി, അഥവാ ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം ഇൻവെൻ്ററി, ക്യാഷ്, എക്യുപ്മെൻറ്റ് എക്സെട്ര. ABC ലിമിറ്റഡ് 10,000 രൂപയുടെ സെയിൽസ് നടത്തിയെന്ന് വിചാരിക്കുക. അതിൽ ആ പ്രോഡക്റ്റ് വാങ്ങിയ വില 8,000 രൂപ ആണ് എന്നും സങ്കല്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ABC ലിമിറ്റഡ് 10,000 രൂപയുടെ സെയിൽസ് നടത്തിയെന്ന് സങ്കല്പിക്കുക. അതിൽ പ്രോഡക്റ്റ് വാങ്ങിയ വില 8,000 രൂപ എന്നും സങ്കല്പിക്കുക. ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പായി ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ഒന്നുകൂടി പറയാം.
അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണർ ഇക്വിറ്റി. Asset is equal to liabilities plus owner's equity, or owner's equity is equal to assets minus liabilities. കമ്പനി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അക്കൗണ്ട്സ് പേയബിൾ, ലോൺസ് മുതലായവ. ഓണേഴ്സ് ഇക്വിറ്റി എന്നാൽ ഉടമസ്ഥൻ്റെ ക്യാപിറ്റൽ പോർഷനാണ്. അതിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നെറ്റ് വർത്ത് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓണേഴ്സ് ഇക്വിറ്റിയും കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ലയബിലിറ്റിയാണ്. അതുകൊണ്ടാണ് അത് ലയബിലിറ്റി സൈഡിൽ വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അഡീഷണൽ സെയിൽസ് നടത്തുന്നതിൻ്റെ മുമ്പേ നമ്മൾ നേരത്തെ കണ്ട ബാലൻസ് ഷീറ്റിൽ ഓണർ ക്യാപിറ്റൽ 50,000 രൂപയും ടോട്ടൽ ലയബിലിറ്റീസ് 15,000 രൂപയും അങ്ങനെ ടോട്ടൽ 65,000 രൂപയുമായിരുന്നു. അതുപോലെ തന്നെ അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ് 20,000 രൂപയും കറണ്ട് അസറ്റ്സ് 45,000 രൂപയും അങ്ങനെ 65,000 രൂപയുമായിരുന്നു. ഇനി മേൽപ്പറഞ്ഞ സെയിൽസ് ട്രാൻസാക്ഷനെ കൊണ്ട് ഉണ്ടായ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇൻവെൻ്ററി ഡിക്രീസ്. ഇൻവെൻ്ററി 8,000 രൂപ കുറഞ്ഞു. പുതിയ വാല്യൂ എത്രയാണ്? 20,000 മൈനസ് 8,000 രൂപ ഇസ് ഈക്വൽ ടു 12,000 രൂപ. രണ്ടാമത്തെ ഇമ്പാക്റ്റ് എന്താണ്? റിസീവബിൾ കൂടി എത്ര? 10,000 അഥവാ പുതിയ ക്രെഡിറ്റ് സെയിൽസിൻ്റെ തുല്യമായ എമൗണ്ട്. ന്യൂ റിസീവബിൾ എത്രയായി? 20,000 പ്ലസ് 10,000 ഇസ് ഈക്വൽ ടു 30,000. റിസീവബിൾ പിന്നീട് ക്യാഷ് കളക്ഷൻ വരുമ്പോൾ ക്യാഷായി മാറും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ അഥവാ ഓണർ ഇക്വിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. സെയിൽസ് എമൗണ്ടും സെയിൽ ചെയ്ത പ്രോഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടി ചിലവായ സംഖ്യയും മാത്രമാണ് തന്നത്. വേറെ ഒരു ചിലവും ഇല്ല എന്നാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് COGS ഈസ് ഈക്വൽ ടു 10,000 മൈനസ് 8,000 ഈസ് ഈക്വൽ ടു 2,000. ഓണേഴ്സ് ഇക്വിറ്റി ഇപ്പോൾ എത്രയാണ്? 50,000. എത്രയാണ്? 50,000 പ്ലസ് 2,000 ഈസ് ഈക്വൽ ടു 52,000. പ്രോഫിറ്റ് ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്യുകയും ലോസ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി പുതിയ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. അസറ്റ് സൈഡിൽ ഇൻവെൻ്ററി 12,000 രൂപയായും റിസീവബിൾ 30,000 രൂപയായും മാറി. ലയബിലിറ്റി സൈഡിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഓർ പ്രോഫിറ്റ് 2,000 രൂപ വന്നു. അങ്ങനെ ക്യാപിറ്റൽ 52,000 രൂപയായി മാറി. ടോട്ടൽ അസറ്റ് 67,000 രൂപയായി മാറി. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഒന്നും സൂക്ഷിക്കാത്ത ചെറിയ ബിസിനസ് ഓണേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടോട്ടൽ അസറ്റിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റീസ് കുറച്ച് അവരുടെ പ്രോഫിറ്റ് എത്ര എന്ന് കണ്ടുപിടിക്കാറുണ്ട്. മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ അഡീഷണൽ ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്നതിന് മുമ്പ് അസറ്റ് മൈനസ് ലയബിലിറ്റീസ് 50,000 രൂപയായിരുന്നു. എന്നാൽ 10,000 രൂപ അഡീഷണൽ സെയിൽസ് നടന്നതിന് ശേഷം അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എത്രയാണ്? 52,000 രൂപ. ആദ്യമുണ്ടായിരുന്നത് 50,000 രൂപ. അങ്ങനെയെങ്കിൽ 52,000 മൈനസ് 50,000 ഇസിക്വൽ ടു 2,000. 2,000 രൂപയുടെ വർധനവ് വന്നു. അതുതന്നെയാണ് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്. ഇനി നമുക്ക് ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ നമ്പർ 1, ഇൻക്രീസ് ഇൻ അസറ്റ്സ് ഡെബിറ്റ്, ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ്. അസറ്റ് കൂടാനിടയാക്കുന്ന ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കുറയാൻ ഇടയാക്കുന്ന ഏതൊരു ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. എക്സാമ്പിൾ, ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും 10,000 രൂപ കിട്ടി എന്ന് കരുതുക. അയാൾക്ക് സാധനം കടത്തിന് കൊടുത്തതായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ക്യാഷ് 10,000 കൂടി, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ഡെറ്റേഴ്സ് കുറഞ്ഞു, അതുകൊണ്ട് ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക. ഈ രണ്ട് ഐറ്റം ബാലൻസ് ഷീറ്റിൻ്റെ ഒരേ സൈഡിലുള്ളതായതിനാൽ ക്യാഷ് കൂടുകയും ഡെറ്റേഴ്സ് കുറയുകയും ചെയ്തു. ബാലൻസ് ഷീറ്റ് ടോട്ടലിനെ ബാധിക്കുന്നില്ല. ഇൻ ഷോർട്ട്, ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. റൂൾ നമ്പർ 2,
ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ക്രെഡിറ്റ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഡെബിറ്റ്. ഉദാഹരണത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയ വകയിൽ പണം കൊടുക്കാനുണ്ട് എന്ന് കരുതുക. അതിനെ നമ്മൾ എന്ത് ടേമാണ് യൂസ് ചെയ്യുക? ക്രെഡിറ്റേഴ്സ് അല്ലേ? ഈ ക്രെഡിറ്റേഴ്സിന് നമ്മൾ 10,000 രൂപ കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? 10,000 രൂപ കൊടുത്താൽ ക്രെഡിറ്റേഴ്സ് കുറയും. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് കുറയും എന്നതിനാൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. രണ്ട് ഭാഗത്തും ഈക്വൽ എമൗണ്ട് കുറയുന്നതിനാൽ ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. മുൻ സ്ലൈഡുകളിൽ പഠിച്ച റൂളുകൾക്ക് പുറമെ വളരെ പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിൾസ് കൂടി പഠിച്ചിരിക്കണം. അക്രൂവൽ പ്രിൻസിപ്പിൾ പറയുന്നത് റവന്യൂ ആയാലും എക്സ്പെൻസ് ആയാലും അത് സംഭവിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യണം. ഉദാഹരണത്തിന് ക്രെഡിറ്റ് സെയിൽസ് നടന്നാലുടൻ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുകയും വാങ്ങിയ പാർട്ടിയെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഒരു മെക്കാനിക്ക് കമ്പനിയുടെ വാഹനം റിപ്പയർ ചെയ്തെന്ന് കരുതുക. ബിൽ കിട്ടിയാൽ ഉടൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുകയും റിപ്പയർ ചെയ്ത സ്ഥാപനത്തിനെ അല്ലെങ്കിൽ ആളെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനർത്ഥം റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വകയിൽ കമ്പനിക്ക് ആ നിശ്ചിത തുക ഇൻക്വയർ ചെയ്തു എന്നാണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ 10 ലക്ഷം രൂപ കൊടുത്ത് ഒരു മെഷീനറി വാങ്ങിയെന്ന് കരുതുക. തുടർച്ചയായ ഉപയോഗം കാരണം ആ മെഷീനറിക്ക് തേയ്മാനം സംഭവിക്കാവുന്നതാണ്. ആയതിനാൽ മെഷീനറിയുടെ വിലയുടെ ഒരു ഭാഗം എക്സ്പെൻസായി ഓരോ വർഷവും പരിഗണിക്കുന്നതാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വിവിധ രീതികൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഓരോ രീതിയിലും തേയ്മാനത്തിൻ്റെ എമൗണ്ട് വ്യത്യസ്തമായിരിക്കും ലഭിക്കുക. ഏത് രീതി ഫോളോ ചെയ്താലും എല്ലാ വർഷവും ആ രീതി തന്നെ ഫോളോ ചെയ്യണം. ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ പറയുന്നത് ബിസിനസ് അനിശ്ചിതമായ കാലയളവിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അർത്ഥമാകുന്നത്. കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ഇത് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ വിവരിക്കും. കമ്പനിക്ക് എതിരെ ആരോ ഒരാൾ ഒരു നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ആ കേസ് കമ്പനി ജയിക്കാനാണ് സാധ്യത എങ്കിൽ കൂടി കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പറയുന്നത് ആ കേസ് പരാജയപ്പെട്ടാലുണ്ടാകുന്ന നഷ്ടം കണക്കാക്കി അതിനുള്ള ചിലവ് വകയിരുത്തണം എന്നാണ്. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ നമ്മുടെ കമ്പനി 100 രൂപ കൊടുത്ത് സ്റ്റാപ്ലർ വാങ്ങിയെന്ന് കരുതുക. അത് സ്റ്റേഷനറി ഐറ്റമായി എക്സ്പെൻസ് ചെയ്യുകയാണ് പതിവ്. അല്ലാതെ അത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യാറില്ല. അതേസമയം 1 ലക്ഷം കൊടുത്ത് ഒരു കമ്പ്യൂട്ടർ വാങ്ങിയെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് ഫിക്സ്ഡ് അസറ്റായി വേറെ തന്നെ റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് കേസിൽ എമൗണ്ട് മെറ്റീരിയൽ അല്ല, അതേസമയം സെക്കൻഡ് കേസിൽ എമൗണ്ട് മെറ്റീരിയലാണ്. ഒരു ട്രാൻസാക്ഷൻ മെറ്റീരിയലാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ആ കമ്പനിയുടെ പോളിസി അനുസരിച്ചായിരിക്കും. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ഫോർ ₹20,000 ഓൺ ക്രെഡിറ്റ്. നമ്മുടെ ക്രെഡിറ്റ് ഡെബിറ്റ് റൂൾ ഓർമ്മിക്കുക. ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ക്രെഡിറ്റ്. കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെബിറ്റ് കാരണം ആൻ അസറ്റ് ഈസ് ഇൻക്രീസിങ്. അസറ്റ് കൂടി എന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ടു അക്കൗണ്ട് പേയബിൾ ഓർ ക്രെഡിറ്റേഴ്സ് ബിക്കോസ് എ ലയബിലിറ്റി ഈസ് ക്രിയേറ്റഡ് ഓർ ഇൻക്രീസ്ഡ്. ഒരു ബാധ്യത പുതുതായി ഉണ്ടായി അല്ലെങ്കിൽ കൂടി. ബാധ്യത കൂടി, അതുകൊണ്ട് അക്കൗണ്ട് പേയബിൾ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ചെയ്യണം. എക്സാമ്പിൾ 2. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ഫോർ 15,000 ബൈ ക്യാഷ്. ഇവിടെ ലയബിലിറ്റി കൂടുന്നതിന് പകരം ക്യാഷ് കുറഞ്ഞു. അതിനാൽ ഫോളോ ചെയ്യേണ്ട റൂൾ ഏതാണ്? ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ്, ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. എക്സാമ്പിൾ 3. ബാങ്ക് ലോൺ ഓഫ് ₹5,000 ഒബ്റ്റെയിൻഡ്. ഇവിടെ ക്യാഷ് കൂടി, അതിനാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് ലോൺ എന്ന ലയബിലിറ്റി കൂടുന്നു, ആയതിനാൽ ബാങ്ക് ലോൺ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഈ കഴിഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും ബാലൻസ് ഷീറ്റിൽ 2 അക്കൗണ്ടുകളെ ബാധിക്കും. ഡ്യുവൽ ഇഫക്റ്റ്. അത് പ്രധാനമായും താഴെ പറയുന്ന 4 രീതിയിൽ ആയിരിക്കും. നമ്പർ 1. ആസറ്റ് ഇൻക്രീസ്ഡ് ആൻഡ് ലയബിലിറ്റി ആൾസോ ഇൻക്രീസ്ഡ് ബൈ സെയിം എമൗണ്ട്. Asset reduced and liability also reduced by same amount. One asset increased
and another asset reduced by same amount. One liability increased and another liability reduced by same amount. ഇങ്ങനെ 4 രീതിയിലാണ് പ്രധാനമായും ബാലൻസ് ഷീറ്റ് ഇമ്പാക്റ്റ് വരാറുള്ളത്. ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്ത് പരിശീലിക്കുന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ഉദാഹരണത്തിലും ഏത് റൂൾ ആണ് അപ്ലൈ ചെയ്തത് എന്ന് മനസ്സിലാക്കി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ എക്സ്പെൻഡിച്ചറുകളും പ്രോഫിറ്റിനെ കുറയ്ക്കുകയും അതുവഴി റീറ്റെയിൻഡ് ഏർണിങ്സിനെയും ഓണേഴ്സ് ഇക്വിറ്റിയെയും കുറയ്ക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിക്കാം.